കേക്ക് മുറിക്കാൻ. എന്നത്തിനാ കേക്ക് മുറിക്കുന്നേ? ആ മോൻ്റെ ബർത്ത്ഡേ ആണോ? ഇതുപോലെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. വെറൈറ്റിയാണ്. കഴിഞ്ഞ വർഷം ഈ രീതി അല്ലായിരുന്നു, അതിനെക്കാട്ടും ഒന്നുകൂടെ വിപുലമായിട്ടാണ് ഇപ്രാവശ്യം. എന്റെ പ്രായം എനിക്കറിയില്ല. അത് പള്ളി പറഞ്ഞാൽ മതി അല്ലേ? അത് പള്ളി പറഞ്ഞാൽ മതി, ഞങ്ങൾക്കറിയാം. എല്ലാ മാസത്തെയും പോലെ ഈ മാസവും നമ്മുടെ സ്നേഹക്കൂട്ടിലെ 10 അച്ഛനമ്മമാരുടെ പിറന്നാളുകൾ വലിയ ആഘോഷമാക്കുകയാണ്. അപ്പം നമ്മുടെ ബർത്ത്ഡേ കുട്ടികൾ എല്ലാവരും അകത്ത് നിൽപ്പുണ്ട്. നമുക്ക് ഓരോരുത്തരെയായിട്ട് വിളിക്കാം. ആദ്യം തന്നെ നമ്മുടെ രഘുവച്ചനെ നമുക്കൊരു നല്ല കയ്യടിയോട് കൂടിയിട്ട് അച്ഛനെ ക്ഷണിക്കാം. അടുത്തായി നമ്മുടെ സജിയച്ചനെ നമുക്ക് ക്ഷണിക്കാം. സ്നേഹക്കൂട്ടിലേക്ക് പുതുതായിട്ടെത്തിയ ജോണച്ചനാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യമായിട്ടാണ് ജോണച്ചൻ ഇവിടെ പിറന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു കൈയോട് കൂട്ടിയിട്ട് ജോണച്ചൻ ക്ഷണിക്കാം. സ്നേഹക്കൂട്ടിലേക്ക് പുതുതായിട്ടെത്തിയ രാജഗോപാൽ അച്ഛനുമുണ്ട്. അച്ഛനെയും നമുക്ക് സ്നേഹത്തോടു കൂടി ക്ഷണിക്കാം. അപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ഗോപിനാഥ് അച്ഛനുണ്ട്. നമുക്ക് ഏറെ സ്നേഹത്തോടു കൂടി ഗോപിനാഥ് അച്ഛൻ. വരുന്നത് നമ്മുടെ ശാന്തമ്മച്ചിയാണ്. നല്ലൊരു കൈ എടുക്കാൻ ശാന്തമ്മച്ചി. പുതുതായിട്ട് സ്നേഹക്കൂട്ടിലേക്ക് വന്ന പുഷ്പ അമ്മയാണ് അടുത്തതായിട്ട് വരുന്നത്. നമുക്ക് അമ്മ ഏറെ സ്നേഹത്തോടു കൂടി പുഷ്പ അമ്മയെ ക്ഷണിക്കാം. അടുത്തായിട്ട് നമ്മുടെ ശാന്തമ്മച്ചിയാണ് സ്നേഹക്കൂട്ടിലോട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് ഏറെ സ്നേഹത്തോടു കൂടി ശാന്തമ്മ അമ്മയെ ക്ഷണിക്കാം. അടുത്തത് നമ്മുടെ സുകുമാരി അമ്മയാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി സുകുമാരി അമ്മയെ ക്ഷണിക്കാം. അടുത്ത നമ്മുടെ സരോജിനി അമ്മയാണ്. മൂന്നാമത്തെ തവണയാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. സരോജിനി അമ്മയെ നമുക്ക് ഏറെ സ്നേഹത്തോടു ക്ഷണിക്കാം. അപ്പോൾ നമ്മുടെ പിറന്നാളാഘോഷം നമ്മൾ അടിച്ചു പൊളിച്ച് തുടങ്ങുകയാണ്. അച്ഛനമ്മമാരെ നല്ലൊരു കൈയോടുകൂടി നമ്മുടെ ബർത്ത്ഡേ കുട്ടികളെ നമുക്ക് ക്ഷണിക്കാം. പിറന്നാൾ ആഘോഷിക്കാനായിട്ട് നമ്മുടെ ശാന്തമ്മച്ചി രണ്ടാമത്തെ പ്രാവശ്യമാണോ മൂന്നാമത്തെ പ്രാവശ്യം? മൂന്നാമത്തെ പ്രാവശ്യമാണ് ശാന്തമ്മച്ചി പിറന്നാൾ ആഘോഷിക്കുന്നത്. സുകുമാരിയമ്മ രണ്ടാമത്തെ പ്രാവശ്യമാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. ഇതുപോലെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. വളരെ വളരെ സന്തോഷമാണ്. അതിന് നമ്മുടെ ഗീതാവിജയനും വളരെ വളരെ സ്നേഹം അർപ്പിക്കുന്നു. എനിക്ക് ആരും ഇതുവരെ ഇപ്പം ഭയങ്കര സന്തോഷം. ഇവരാരും പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. ഇല്ല ഇല്ല. ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇല്ല ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ആഘോഷം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഇത് ഇപ്പം ഇവിടെ വന്ന സ്നേഹക്കൂട്ടി വന്നാണ് ഇതുവരെ ഇതൊരു ഉത്സവമായിട്ടാണ് എനിക്കിത് കരുതുന്നത്. അപ്പോൾ അതൊരു വലിയ സന്തോഷം തരുന്ന വാക്കുകളാണ് അമ്മയുടേത്. അമ്മ ഒരു ഉത്സവം പോലെ കരുതുന്ന സ്നേഹക്കൂട്ടിൽ വന്ന ശേഷം അമ്മ മൂന്നാം പിറന്നാളാണ് ആഘോഷിക്കുന്നത്. സരോജിനി കുട്ടിയുടെ എത്രാമത്തെ പിറന്നാളാ? ആദ്യത്തെ പിറന്നാളോ? അല്ല, രണ്ടാമത്തെ പിറന്നാൾ. ഇവിടെ വന്ന് രണ്ടാമത്. ഇവിടെ വന്ന് നേരത്തെ നടത്തിയിട്ടുണ്ടോ പിറന്നാള്? ഇല്ല. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷം. അപ്പം നമുക്ക് സരോജിനിയമ്മ നമ്മളെ പഴയ പാട്ടിൻ്റെ ആളാണ്. നമുക്കൊരു 4 ലൈൻ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് കേക്ക് കെട്ടിപ്പിക്കാം അല്ലേ? കൊമ്പമായി ഓജാന പെരുന്നാളു വന്നു, ഓജാന പെരുന്നാളു വന്നു. ഇതിനു മുമ്പ് കേക്ക് കെട്ടിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണോ? നമുക്ക് അത് പറയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക്
തോന്നിയിട്ടില്ല. അപ്പം നല്ലൊരു കാര്യം എടുക്കാം. എന്നെ എടുക്കാൻ പോവാ? കേക്ക് മുറിക്കാൻ. എന്നത്തിനാ കേക്ക് മുറിക്കുന്നേ? ആ മോൻ്റെ ബർത്ത്ഡേ ആണോ? ആരെ മോൻ്റെയോ? ഏത് മോൻ്റെയാ? മൂത്ത മോൻ്റെ. അപ്പം മൂത്ത മോൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ നിൽക്കുവാണ് നമ്മുടെ ശാന്തമ്മച്ചി. അപ്പോഴേ മൂത്ത മോൻ്റെ ഒന്നും അല്ല, ഇത് ശാന്തമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അമ്മയ്ക്ക് കേക്കാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. സന്തോഷാണോ? സന്തോഷം. ഇതുവരെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ? വീട്ടിൽ വെച്ച് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടോ? മകൻ്റെ. അപ്പോൾ എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് മക്കളുടെയൊക്കെ പിറന്നാൾ മാത്രം ആഘോഷിച്ച് ഇപ്പോഴും കേക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മകൻ്റെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യാനാണെന്നുള്ള ഒരു ഓർമ്മയാണ്. ഒരുമിച്ചൊരു കട്ടിന്മേലന്നേരം മുകളിൽ ഇരുന്നരുളും ഏതോ രണ്ടോരെ കൂവാൻ ആയാതമ്പൂരാനത്ത് കാലത്തൻ്റെ വയസ്സ് തുലക്കു കണ്ടു രസമലയുമൻ ആമഹൃതലമുഞ്ചും ും തഞ്ചമേലും പൊന്നു കേട്ടമ്മൾ അറ്റിലിട്ടാലാറ്റു പോകും തോട്ടിലിട്ടാ തോറ്റു പാടത്തിട്ടാൽ പക്ഷി പോലെ പറന്നു പോകും എന്നാണേലും നമുക്ക് നമ്മളെ ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ ശാന്തമ്മച്ചിയും നമ്മുടെ ഗോപിദാസച്ചൻ രണ്ടാമത്തെ തവണയാന്ന് തോന്നുന്നു അല്ലേ? സന്തോഷാണോ? അതെ, ഭയങ്കര സന്തോഷം. അച്ഛൻ ഒരുപാട് വർഷങ്ങൾ ഒരു അമ്പലത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു വെച്ചാ അമ്പലത്തിൽ ജോലി ചെയ്തിരുന്നു? ഞാൻ 18-20 വർഷത്തോളം ബോംബെയിൽ ഹരിയോം നഗർ അമ്പലത്തിൽ നാട്ടിലും അത്യാവശ്യം അമ്പലപ്പണിക്ക് പോകാറുണ്ട്. അപ്പം അച്ഛൻ ഒരുപാട് വർഷങ്ങൾ അമ്പലത്തിൽ ഈ കഴകം നോക്കിയും അങ്ങനെയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ പാലക്കാട് നിന്നാണ് അച്ഛൻ വന്നിരിക്കുന്നത്. 2ാം തവണയാണ് ഇപ്പം നമ്മളിവിടെ പിറന്നാൾ ആഘോഷിക്കുന്നത്. അച്ഛാ, ഇവിടെ വന്നിട്ട് ആദ്യത്തെ എങ്ങനെയുണ്ട്? സന്തോഷമാണോ? വളരെ സന്തോഷം. ഇതിനു മുമ്പ് പിറന്നാൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ? വീട്ടില് കട്ട് ചെയ്തിട്ടുണ്ട്. പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്? പുതുമയല്ല, ഒറ്റത്തവണ. ആരാ? മക്കളാണോ ഇൻട്രസ്റ്റ് എടുത്തത്? പിന്നെ വൈഫും എൻ്റെ കൂട്ടുകാരും. വെരി ഗുഡ്. എന്തോ ഇത്രാം തവണയാ? ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം. പിന്നെ നേരത്തെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്നേഹക്കുട്ടി വന്നതിന് ശേഷം വെറൈറ്റിയാണ്. കഴിഞ്ഞ വർഷം ഈ രീതി അല്ലായിരുന്നു, അതിനെക്കാട്ടും ഒന്നുകൂടെ വിപുലമായിട്ടാണ് ഇപ്രാവശ്യം. ഞാൻ അടുത്ത പ്രാവശ്യം ഇതിലും വിപുലമായിട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും പൊളിച്ചായിരിക്കണം ആഘോഷിക്കേണ്ടത്. കേക്ക് കട്ടിങ് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് അല്ലേ? ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് മോൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കട്ട് ചെയ്ത് മോൻ്റെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. 68 വയസ്സ് ആദ്യമായിട്ടാണ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ? സന്തോഷാണോ? സന്തോഷം. അജിയോ എന്തോ അങ്ങനെ ഉണ്ട്? അടിപൊളി. ഞാൻ ബർത്ത്ഡേ ഒന്നും കൂടിയിട്ടില്ല. എൻ്റെ പ്രായം എനിക്കറിയില്ല. അത് പള്ളി പറഞ്ഞാൽ മതി അല്ലേ? അത് പള്ളി പറഞ്ഞാൽ മതി. ഞങ്ങൾക്കറിയാം അല്ലേ? സജീച്ചൻ്റെ പ്രായം നമുക്കറിയത്തില്ലേ? ഞങ്ങൾക്കറിയാം. എന്തായാലും ഇവിടെ വന്ന് വളരെ സന്തോഷം. ഇവിടെ വന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇതുവരെ അവസരം കിട്ടിയ ദൈവത്തിനും മാഡത്തിനും സാറിനും എല്ലാവർക്കും വളരെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ബർത്ത്ഡേ കൊണ്ടായിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ്. ഇനി അടുത്ത വർഷം ഇത് അടിച്ച് പൊളിക്കണം എന്നുള്ള ഇരിക്കുന്നത്.
ராஜாவுக்கு எல்லாரும் சொல்லு இவனை குருவானாயும் ஜனத்திற்கு காலம் நடுக்கு வச்ச சொந்தம் போலும் மன்னர் இல்லும் இல்லும் அன்னித்தனி நாடின் குலம் அல்லும் இல்லும் இல்லும் அன்னித்தனி நாடின் குலம் கொண்டு வித்யாரம்பம் குத்து ஹரிஸ்ரீ தோக்கின் காஞ்சி பனி சீலம் பண்டே மாறாத வியாதி இஞ்சில் பூட்டி வச்ச ரங்க கலி தீராத வாஷி அண்ணன் நீசர சோராட்ட பூமி இடையானோருக்கும் இன்னொருக்கும் தந்தை ஆபத்து கட்ட சோரா கொண்டு சூசாடிச்ச சோரா சம்பத்து நுடில் மதையான நெருக்கிடும் கருத்து இவனை படச்சு விட்ட கடவுளுக்கு பத்தில் பத்து இல்லும் இல்லும் அன்னை நாடன் பதமல்லும்